നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഇറാൻ പദ്ധതിയിട്ടിരുന്നതായി ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസി മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്ന് അദ്ദേഹത്തെ വിമാനത്തിൽ നിന്ന് രഹസ്യമായി മാറ്റിയതായി റിപ്പോർട്ടുകൾ. കഴിഞ്ഞ മാസം തുർക്കിയിൽ നിന്ന് മടങ്ങുന്നതിനിടെ അങ്കാറയിൽ വെച്ചാണ് സംഭവം. എയർഫോഴ്സ് 1 വിമാനത്തിൽ നിന്ന് ട്രംപിനെ അതീവ രഹസ്യമായി ഒരു കാറ്ററിംഗ് ട്രക്കിലേക്ക് മാറ്റുകയും തുടർന്ന് സൈനിക വിമാനത്തിൽ കയറ്റി സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കുകയുമായിരുന്നു. വാൾ സ്ട്രീറ്റ് ജേണലാണ് US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത്. തോളിൽ വെച്ച് പ്രയോഗിക്കാവുന്ന മിസൈലുകൾ ഉപയോഗിച്ച് ട്രംപ് സഞ്ചരിച്ചിരുന്ന വിമാനം തകർക്കാൻ ഇറാൻ പദ്ധതിയിട്ടിരുന്നതായാണ് ഇസ്രായേൽ നൽകിയ രഹസ്യ വിവരത്തിൽ വ്യക്തമാക്കുന്നത്. അപകട സാധ്യത കണക്കിലെടുത്ത് പ്രസിഡന്റിനെ സുരക്ഷിതമായി മാറ്റിയെങ്കിലും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഉൾപ്പെടെയുള്ള മുതിർന്ന ട്രംപ് അനുയായികൾ മുൻ നിശ്ചയിച്ച വിമാനത്തിൽ തന്നെ യാത്ര തുടർന്നു. നേരത്തെ ട്രംപിനെതിരെ പുതിയ വധശ്രമ പദ്ധതി ഉണ്ടെന്ന് ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസികൾ സൂചന നൽകിയിരുന്നുവെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിരുന്നില്ല. ഇറാനിയൻ ഉദ്യോഗസ്ഥർ തമ്മിൽ നടന്ന ചില സംഭാഷണങ്ങളെ ആസ്പദമാക്കിയുള്ള പൊതുവായ വിവരങ്ങളാണ് ആദ്യഘട്ടത്തിൽ ലഭിച്ചിരുന്നതെന്നും US ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ തനിക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടെന്ന തരത്തിൽ പുറത്തുവന്ന മാധ്യമ റിപ്പോർട്ടുകളെ ട്രംപ് പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ചെയ്തത്. ഇസ്രായേലിൽ നിന്ന് പ്രത്യേക വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെന്നും ഇറാന്റെ വധഭീഷണികളുടെ പട്ടികയിൽ ഏറെ കാലമായി താൻ ഒന്നാമതാണെന്നും അതിൽ പുതുതായി ഒന്നുമില്ലെന്നായിരുന്നു ട്രംപ് ഇതിനോട് പ്രതികരിച്ചത്. ഖത്തർ സമ്മാനിച്ച പുതിയ അത്യാധുനിക ജെറ്റ് വിമാനത്തിലാണ് ട്രംപ് അങ്കാറയിലെ നാറ്റോ ഉച്ചകോടിക്ക് എത്തിയത്. വിമാനത്തിന്റെ സുരക്ഷാ സജ്ജീകരണങ്ങളും ഇതിനായി ചെലവഴിച്ച തുകയും വാർത്തകളിൽ ഇടം നേടിയിരുന്നു. ഇറാനുമായി അതിർത്തി പങ്കിടുന്ന തുർക്കിയിലേക്കുള്ള യാത്രയായതിനാൽ തന്നെ സുരക്ഷ ശക്തമാക്കിയിരുന്നു. യാത്ര തിരിക്കുന്നതിന് മുമ്പ് താൻ പഴയ വിമാനമായ എയർഫോഴ്സ് 1ലാണ് ബ്രിട്ടനിലേക്ക് പോകുന്നതെന്നും പുതിയ ജെറ്റ് വിമാനം സേനാംഗങ്ങൾക്ക് സന്ദർശിക്കാൻ അവസരമൊരുക്കുന്നതിനായി ലണ്ടനിലെ മിൽട്ടൺ ഹാൾ ബേസിൽ നിർത്തിയിട്ടുമെന്നും ട്രംപ് മാധ്യമങ്ങളെ അറിയിച്ചിരുന്നു. എന്നാൽ അങ്കാറയിൽ വെച്ച് ക്യാമറകൾക്ക് മുന്നിലൂടെ എയർഫോഴ്സ് 1ൽ കയറിയ ട്രംപിനെ വിമാനത്താവളത്തിലെ കാറ്ററിംഗ് ട്രക്കിൽ കയറ്റി രഹസ്യമായി C-32OA എന്ന ചെറിയ വിമാനത്തിലേക്ക് മാറ്റുകയായിരുന്നു. ട്രംപിന്റെ സുരക്ഷ സംബന്ധിച്ച് സുരക്ഷാ ഏജൻസികൾ എത്രത്തോളം ആശങ്കാകുലരായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സംഭവം. 2020 റിപ്പബ്ലിക്കൻ ഗാർഡ്സ് കമാൻഡർ ഖാസിം സുലൈമാനിയെ അമേരിക്ക വധിച്ചതിന് ശേഷം ട്രംപിനെ വധിക്കുമെന്ന് ഇറാൻ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. തുർക്കിയിലെ സംഭവ വികാസങ്ങൾക്ക് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ സീക്രട്ട് സർവീസിന്റെ നിർദ്ദേശപ്രകാരമാണ് വിമാനം മാറിയതെന്നും ട്രംപ് സ്ഥിരീകരിച്ചു. താൻ കയറിയ ചെറിയ വിമാനത്തിന് വലിയ അപകട സാധ്യത ഉണ്ടായിരുന്നതായും ശത്രുക്കൾ ലക്ഷ്യമിടാൻ സാധ്യത ആ വിമാനത്തിനെയായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാനുമേൽ അമേരിക്കയ്ക്ക് പൂർണ്ണ ആധിപത്യമുണ്ടെന്നും ഏത് ഭീഷണിയും ശക്തമായി നേരിടുമെന്നും ട്രംപ് വ്യക്തമാക്കി. മുമ്പ് ട്രംപിനും വൈസ് പ്രസിഡന്റ് JD വെൻസിനുമെതിരെ നടന്ന വധശ്രമ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് 8 പേരെ സുരക്ഷാ ഏജൻസികൾ അറസ്റ്റ് ചെയ്തിരുന്നു. തുർക്കിയിൽ നടന്ന ഉച്ചകോടിക്കിടെ സുരക്ഷാ ഭീഷണിയെ തുടർന്ന് താൻ വിമാനം മാറി യാത്ര ചെയ്തതായും സ്ഥിരീകരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും സൈന്യത്തിന്റെയും നിർദ്ദേശപ്രകാരമാണ് ഈ മാറ്റമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തനിക്ക് നിരവധി ഭീഷണികൾ നിലവിലുണ്ടെന്നും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു പ്രസിഡന്റിനെ ഇത്തരം വെല്ലുവിളികൾ സ്വാഭാവികമാണെന്നും ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു. വിമാനങ്ങൾ മാറിയതിനെ കുറിച്ച് വൈറ്റ് ഹൗസിന്റെയോ ട്രംപിന്റെയോ ഭാഗത്ത് നിന്ന് ഔദ്യോഗിക പ്രസ്താവനകളൊന്നും വന്നിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഇക്കാര്യം US പ്രസിഡന്റ് തന്നെയാണ് സ്ഥിരീകരിച്ചത്. ഒഹായോയിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സീക്രട്ട് സർവീസും സൈന്യവുമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത്. മറ്റൊരു വിമാനത്തിൽ യാത്ര ചെയ്യാനാണ് അവർ ആവശ്യപ്പെട്ടത്. അവർ പറയുന്നത് പോലെയാണ് ഞാൻ ചെയ്യാറുള്ളത്. എന്തെങ്കിലും ഭീഷണി ഉണ്ടായിരുന്നിരിക്കാം. അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും ചോദിച്ചില്ല. എനിക്ക് ധാരാളം ഭീഷണികൾ ലഭിക്കാറുണ്ടെന്നും പറഞ്ഞു. ഖത്തർ സമ്മാനിച്ച അത്യാധുനിക ബോയിങ് 7478 വിമാനത്തിലായിരുന്നു ട്രംപ് ആദ്യം യാത്ര ചെയ്യാനിരുന്നത്. എന്നാൽ ഭീഷണി ഉയർന്നതോടെ അദ്ദേഹം ആദ്യ പഴയ എയർഫോഴ്സ് 1 വിമാനത്തിലേക്കും പിന്നീട് അവിടെ നിന്ന് രഹസ്യമായി C-32A എന്ന ചെറിയ വിമാനത്തിലേക്കും മാറി. ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനുള്ള കണ്ടെയ്നറിലേറ്റിയാണ് അദ്ദേഹത്തെ പഴയ വിമാനത്തിൽ നിന്ന് രഹസ്യമായി ചെറിയ വിമാനത്തിലേക്ക് മാറ്റിയതെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാൻ പിന്തുണയുള്ള സായുധ സംഘങ്ങളിൽ നിന്നുള്ള ഭീഷണിയെ തുടർന്നാണ് വിമാനം മാറ്റേണ്ടി വന്നതെന്നും വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ട്രംപിനെയും അദ്ദേഹം യാത്ര ചെയ്യുന്ന വിമാനങ്ങളെയും ലക്ഷ്യമിടാൻ പദ്ധതി ഉണ്ടായിരുന്നതായാണ് വിവരം. ഇറാനെ
വിശ്വസിക്കാൻ കൊള്ളില്ലെന്നും അവർ എപ്പോഴും കള്ളമാണ് പറയുന്നതെന്നും ട്രംപ് പ്രതികരിച്ചു. തനിക്ക് പൊതുജനങ്ങൾക്ക് അറിയാത്ത നിരവധി ഭീഷണികൾ നേരിടേണ്ടി വരുന്നുണ്ടെന്നും ചുമതല ബോധമുള്ള ഏത് പ്രസിഡന്റിനും ധാരാളം ഭീഷണികൾ ഉണ്ടാകുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്.